സോ ഗുഡ് ഈവനിങ് എവരി വൺ. ക്ലാസ് റെക്കോർഡിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ചാപ്റ്റർ 6 പ്രിപ്പോസിഷൻ, ഒന്നും കൂടി ചാപ്റ്റർ കൺഫേം ആയിക്കാട്ടെ. ചാപ്റ്റർ 5 ആണ്. ചാപ്റ്റർ 5 പ്രിപ്പോസിഷൻ. അതിൻ്റെ ഹോംവർക്കുകൾ ഇന്ന് പറയുകയാണ്. പ്രധാനപ്പെട്ട പ്രിപ്പോസിഷൻ എല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഹോംവർക്കുകൾ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇന്ന് ചെയ്യാനുണ്ടാവും. ഓരോന്നിലും ഫസ്റ്റ് 2 വർക്ക് ഞാൻ പറയും, ബാക്കിയുള്ള 8 മറ്റോ വർക്കുകൾ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് 1 എല്ലാവർക്കും ആ വർക്ക് കാണാൻ കഴിയുന്നുണ്ടോ? പ്രിപ്പോസിഷൻ്റെ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗം എടുക്കൂ ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. ഫസ്റ്റ് 1, ഐഡൻറ്റിഫൈ ദ പ്രിപ്പോസിഷൻസ് ഇൻ ദ ഫോളോവിങ് സെൻറ്റൻസ്. താഴെ കൊടുത്തിരിക്കുന്ന ഓരോ വാക്യത്തിലും പ്രിപ്പോസിഷൻസ് ഏതാണ് എന്ന് കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ വാക്യം നോട്ട്ബുക്കിൽ ആ വാക്യം ഒന്ന് എഴുതിക്കാണ്ട് പ്രിപ്പോസിഷനായി വരുന്ന വേർഡിൻ്റെ താഴെ അണ്ടർലൈൻ ചെയ്താൽ മാത്രം മതി. ഫസ്റ്റ് വർക്ക് ഞാൻ പറഞ്ഞുതരാം. ഐ വെൻറ്റ് ടു എ ലവ്ലി ക്രിസ്മസ് പാർട്ടി. മനോഹരമായ ഒരു ക്രിസ്മസ് പാർട്ടിക്ക് ഞാൻ പോവുകയുണ്ടായി. അവിടെ ടു എന്ന വേർഡാണ് അവിടെ പ്രിപ്പോസിഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തും കൂടി പറയുകയാണ്, ദ ഡെത്ത് ഓഫ് 40 ജവാൻസ് വാസ് ഷോക്കിംഗ്. 40 ജവാന്മാരുടെ മരണം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. അവിടെ ദ ഡെത്ത് ഓഫ് എന്ന വാക്കാണ് അവിടെ പ്രിപ്പോസിഷനായിട്ട് വരുന്നത്. ഓക്കെ, ഒരു വാക്യത്തിൽ ഒരു പ്രിപ്പോസിഷൻ മാത്രം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ചില വാക്യങ്ങളിൽ 2 അല്ലെങ്കിൽ 3 പ്രിപ്പോസിഷൻസ് വരാം. അപ്പം അങ്ങനെ വരുമ്പോഴൊക്കെ നമ്മൾ പ്രിപ്പോസിഷനായിട്ട് വരുന്ന വാക്കിൻ്റെ കൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അതേസമയം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ടു പ്രിപ്പോസിഷൻ ആണെന്ന് പഠിച്ചു. എന്നാൽ ടു ഒരു വാചകത്തിൽ എല്ലാ സമയത്തും പ്രിപ്പോസിഷനായി വരണമെന്നില്ല. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഒരു ഓക്സിലറി വെർബ് ഉണ്ട്, യൂസ്ഡ് ടു. യൂസ്ഡ് എന്ന വാക്കിൻ്റെ കൂടെ ടു ചേരുമ്പോഴാണ് ആ പ്രയോഗം യൂസ്ഡ് ടു ആയി മാറുന്നത്. സോ യൂസ്ഡ് ടു എന്ന് പറയുമ്പോൾ അത് പ്രയോഗമാണ്, അവിടെ ടു പ്രിപ്പോസിഷൻ അല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് വേണം ആ വർക്ക് ചെയ്യാൻ എന്ന് കൂടി പറയുകയാണ് കേട്ടോ. നന്നായി ശ്രദ്ധയോടുകൂടി വർക്ക് ചെയ്യാം. ഓക്കെ, ഈ രണ്ടാമത്തെ ടാസ്ക് കൂടി പറയുകയാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷൻ. താഴെ കൊടുത്ത ഓരോ വാക്യത്തിലും അനുയോജ്യമായ പ്രിപ്പോസിഷൻ, ബ്രാക്കറ്റിൽ പ്രിപ്പോസിഷൻ ഉണ്ട്, പക്ഷേ നമ്മൾ അനുയോജ്യമായ പ്രിപ്പോസിഷൻ വേണം ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചില കീവേഡ് നമ്മൾ സാധാരണ കാണുന്ന ഗെറ്റ്, ഗോ, കം, ബ്രിങ് പോലെയുള്ള കുറേ കീ വെർബുകൾ ഇംഗ്ലീഷിലുണ്ട്. ദൈനംദിന ജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഈ വെർബുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകളെയാണ് കീവേഡ് എന്ന് പറയുക. അത്തരം കീവേഡ് പെട്ടതാണ് ലുക്ക്, കമ്മ്, ഗെറ്റ്, ഗോ, പുട്ട് തുടങ്ങിയ വാക്കുകൾ. ഈ വാക്കിൻ്റെ കൂടെ പ്രിപ്പോസിഷൻസ് ചേരുമ്പോൾ അത് ഫ്രേസൽ വെർബായിട്ട് മാറുന്നുണ്ട്. അങ്ങനെയും പ്രയോഗങ്ങൾ വരും നമ്മുടെ ഈ വാക്യങ്ങളിൽ. അപ്പോൾ അതും കൂടി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ഈ വർക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ അനുയോജ്യമായ പ്രിപ്പോസിഷൻ ചേർത്ത് പൂരിപ്പിക്കാൻ പോവുകയാണ്. ദിസ് ഷോപ്പ്, അവിടെ ഫസ്റ്റ് വർക്കാണ് കേട്ടോ. ദിസ് ഷോപ്പ് ഡസിൻറ്റ് ഹാവ് ദ ടോയ്സ് ഐ വാസ് ലുക്കിംഗ്. അവിടെ എന്താണ് ചെയ്യുന്നതാണ്? അവിടെ ഈ വാക്കിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കണം. എന്താണ്? ഞാൻ അന്വേഷിക്കുന്ന ടോയ്സുകൾ ഉള്ള ഒരു ഷോപ്പ് അല്ല ഇത്. ഈ ഷോപ്പിൽ ഞാൻ തിരയുന്ന ടോയ്സുകൾ ഇല്ല എന്നാണ് പറയേണ്ടത്. അപ്പം നമ്മൾ അവിടെ തിരയുന്ന എന്ന അർത്ഥം വരുന്ന ഒരു ഫ്രേസാണ് അവിടെ, അഥവാ ഒരു ഫ്രേസൽ വെർബാണ് അവിടെ വന്നിരിക്കുന്നത്. തിരയുക എന്ന് പറയാൻ വേണ്ടി, അന്വേഷിക്കുക എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസൽ വെർബാണ് ലുക്ക് ഫോർ. അപ്പോൾ അവിടെ ലുക്കിംഗ് ഫോർ എന്ന് പറയുമ്പോഴേ ആ പ്രയോഗം ശരിയാവുള്ളൂ. ആ പ്രിപ്പോസിഷൻ്റെ മീനിങ് നോക്കുമ്പോൾ തന്നെ ഈ കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ വർക്കുകൾ ചെയ്യാൻ. കാരണം കുറച്ച് അഡ്വാൻസ്ഡാണ്. നമ്മളിൽ കൊടുത്തിരിക്കുന്ന വർക്കുകൾ ഓരോ ലെസൺ കഴിയുന്തോറും കുറച്ച് അഡ്വാൻസ്ഡാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ ടീച്ചർ ഡിവൈഡഡ് ദ സ്വീറ്റ്സ് dash all the children.
അവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന വാക്ക് ബിറ്റ്വീൻ എമംഗ്. ഈ രണ്ട് വാക്കിൻ്റെയും അർത്ഥം ഇടയിൽ എന്നാണ്. ഇടയിൽ എന്നാണ്. അപ്പോൾ രണ്ട് ആളുകളെ മാത്രം ഇടയിൽ നിന്നാകുമ്പോൾ ആരൊരാളെ മൈക്കോണാണ് കേട്ടോ. മൈക്കൊന്ന് ഓഫ് ചെയ്യൂ, കാരണം സൗണ്ട് ജാം വരും. മറ്റുള്ളവർക്ക് ക്ലാസ് സ്റ്റക്ക് വരുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ നിങ്ങൾ. അഥവാ രണ്ട് ആളുകളുടെ ഇടയിൽ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ബിറ്റ്വീൻ എന്ന് ഉപയോഗിക്കാം. എന്നാൽ രണ്ടിൽ കൂടുതൽ ആളുകളാണെങ്കിൽ നമ്മൾ എമംഗ് എന്നാണ് കൊടുക്കുക. അവിടെ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ കുട്ടികൾ, രണ്ട് എന്ന പരാമർശം ഇല്ല. അപ്പോൾ രണ്ട് എന്ന പരാമർശം ഇല്ലാതെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഉറപ്പാണ് അത് രണ്ടിൽ കൂടുതൽ 3, 4, 5, 6 കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ എക്സാമ്പിളും അങ്ങനെ തന്നെയാണ്. ദ ടീച്ചർ ഡിവൈഡ് ദ സ്വീറ്റ്സ് ഡാഷ് ഓൾ ദ ചിൽഡ്രൻ. കുട്ടികളുടെ ഇടയിൽ ടീച്ചർ എന്ത് ചെയ്തു, ആ ഒരു സ്വീറ്റ്സ് ഡിവൈഡ് ചെയ്ത് കണ്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്ലാസ്സിൽ എന്തായാലും കുട്ടികൾ ധാരാളം ഉണ്ടാവും. അപ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ട പദം, ഏറ്റവും നല്ല പദം എമംഗ് എന്നാണ്. AMONG, എമംഗ്. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ പിന്നെ റീസണും കൂടി, നമ്മുടെ യുക്തിബോധത്തിനും കൂടി സ്ഥാനം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാണുമ്പോഴേ കണ്ട് ചാടിക്കയറി വേഗം ചെയ്യേണ്ട, അർത്ഥമൊക്കെ മനസ്സിലാക്കി കുറേ പ്രാവശ്യം വായിച്ച് എന്താണ് വരിക എന്നൊക്കെ നോക്കി ആണ്ട് ആൻസർ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് പറ്റത്തറിയോ, നമ്മൾ വേഗം ആൻസർ ചെയ്ത് കണ്ട് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കും. കോൺഫിഡൻസിനെ ബാധിക്കുമ്പോൾ അടുത്ത ക്ലാസ്സിൽ ലൈവായി വരുന്നതിനെ പോലും ബാധിക്കും. കാരണം കോൺഫിഡൻസ് അല്പം കുറഞ്ഞു പോകുന്നുണ്ട് പൊതുവിൽ നമ്മുടെ ഈ 3rd ബാച്ച് ക്ലാസ്സുകളിൽ. ആദ്യമൊക്കെ നമ്മൾ ആരംഭശൂരത്ത് എന്ന് പറയുന്ന പോലെ ക്ലാസ്സിൽ ഒത്തിരി പേരുണ്ടായിരുന്നു അല്ലേ. പിന്നെ 60ഉം 70ഉം പേരൊക്കെ ക്ലാസ്സിൽ വന്നിരുന്നു. ഇപ്പോൾ എണ്ണി തിട്ടപ്പെടുത്തിയാൽ തന്നെ നമുക്കൊരു 30-40 പേരെ മാക്സിമം കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ കുറച്ച് ആളുകൾക്ക് കോൺഫിഡൻസിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതെ വയ്യ. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ നമ്മുടെ കോൺവക്കേഷനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ എക്സാമിനോട് പിന്നെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. മുമ്പത്തേക്കാളും കൂടുതൽ താല്പര്യം ഇപ്പോഴാണ് വേണ്ടത്. പക്ഷേ നമ്മളിൽ കുറച്ച് ആളുകളുടെ കാര്യങ്ങളിൽ അല്പൊരു താല്പര്യക്കുറവ് ഉണ്ടായിട്ട് ഇല്ല എന്ന് പറയാതിരിക്കാൻ വയ്യ. പലപ്പോഴും കാരണങ്ങളുണ്ടാവും. കുട്ടികൾ ഹോസ്പിറ്റലിൽ ആണെന്നൊക്കെ പല ആൾക്കാരും വിളിച്ച് പറയാറുണ്ട്. മറ്റു പല കാരണം ഉണ്ടാവും. എന്നാലും സമയം ഉണ്ടായിട്ട് നമ്മൾ ക്ലാസ്സിന് കയറുന്നില്ലെങ്കിൽ അത് നമ്മുടെ പരാജയം തന്നെയാണ്. ഇത്രയൊക്കെ നമ്മൾ പിന്നെ ആക്റ്റീവായി സജീവമായി മുമ്പോട്ട് വന്ന് ഇപ്പോഴത്തെ ഈ സമയത്ത് നമുക്ക് ആ ഒരു മുരടിപ്പ് ചിന്ത, ഉഴപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവാൻ പാടില്ല. കാരണം 1-2 മാസത്തിനുള്ളിൽ നമ്മുടെ എക്സാമുകൾ അരങ്ങേറും. പിന്നെ അത് കഴിഞ്ഞ് 1 മാസം 2 മാസം വന്നു കഴിഞ്ഞാൽ മിക്കവാറും കോൺവക്കേഷനും അരങ്ങേറും. പിന്നെ നമുക്ക് എങ്കിലും ടീച്ചിങ് പ്രാക്ടീസിന് പോകാനുള്ള സമയം ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കോഴ്സിൻ്റെ ഏകദേശം എല്ലാ സബ്ജക്റ്റുകളും ഒരു 60%, 70% ഭാഗങ്ങൾ എല്ലാ സബ്ജക്റ്റുകളും തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് ആണെങ്കിൽ 70% അടുത്ത് പോർഷൻസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആക്റ്റീവായിട്ട്, വളരെ വളരെ ആക്റ്റീവായിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് വരികയാണ് വേണ്ടത്. എന്തായാലും ക്ലാസ് ലൈവായി കയറാൻ കഴിയാത്തവർ റെക്കോർഡിങ് കാണുന്നുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാൻ ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഹോംവർക്കുകൾ ചെയ്യുക കേട്ടോ. നിങ്ങളിപ്പോൾ പഴയ കുട്ടികളല്ല. ഒരുപക്ഷെ ആരംഭത്തിൽ നിങ്ങളോട് പെരുമാറുന്ന പോലെ ഇല്ല ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടത്. കാരണം നിങ്ങൾ ഉത്തരവാദിത്ത ബോധമുള്ളവരാണ്. അത് നിങ്ങൾ പലപ്പോഴായി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നന്നായി അറിവുള്ളവരാണ്, മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. പലപ്പോഴും വർക്കിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് നമ്പരപ്പ് ഉണ്ടായിട്ടുണ്ട്. നല്ല പുരോഗതി നിങ്ങളെ ലൈഫിൽ കാണുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ വളരെ ആക്റ്റീവായി മുമ്പോട്ട് പോകണം. വർക്കുകൾ ചെയ്യാം കേട്ടോ. ഇന്നലെ ധൃതി ചെയ്യേണ്ട, നാളെ സമയമുണ്ട്, മറ്റന്നാളെ സമയമുണ്ട്. എല്ലാ ദിവസവും ഇപ്പോൾ പൊതുവിൽ നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ പറയാം, പൊതുവിൽ അല്പം ഒരു ചടപ്പ് അല്ലെങ്കിൽ ഒരു ഉഴപ്പിൽ ചെറുതായിട്ടെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ നിന്നുകൊണ്ട് നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആണോ അല്ലയോ? അല്ലേ? ചെറിയൊരു ചൊറിച്ചിൽ ഉണ്ട് അല്ലേ? ഒരു ഉഴപ്പൽ ചൊറിയാണ് നമ്മളെ ഉണ്ട്. അതില്ലാന്ന് പറയാൻ വയ്യ. അത് ഉണ്ടാവും, എല്ലാ ക്ലാസ്സിലും ഉണ്ടാവേണ്ട കാര്യമാണത്. ആരംഭിക്കുമ്പോൾ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങില്ല അന്ന് നോക്കിയിട്ടുണ്ടോ? ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയാണെങ്കിൽ അന്ന്
അല്ലോ മെസ്സേജിൻ്റെ പട്ടാഭിഷേകമാണ് ഈ കാര്യം. നോക്കിയിട്ട് നിങ്ങൾ അല്ലേ, ഭയങ്കര മെസ്സേജ്. രാത്രി 2 മണിക്ക് വരെ ആക്റ്റീവാണ് ഈ കാര്യം പലരും. എന്നാൽ ഒരു 2-3 ആഴ്ച കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ വല്ല ശ്മശാനത്തേക്ക് പോയി കാണ്ട് എന്തേ ഒച്ചപ്പാടുണ്ടാക്കി മാറിക്കാണ് ഈ കാരണം. ആരും ചില ആൾക്കാർ ഇങ്ങനെ ഒന്ന് പാളി വെക്കും അല്ലാതെ ആ ഗ്രൂപ്പിൽ അതേപോലെ ക്ലാസ്സുകളും ഇന്ന് അതേപോലെ തന്നെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആ സത്യം നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വരാൻ പാടില്ല. കാരണം നമ്മുടെ ഈ ഒരു കോഴ്സ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഇത് കുട്ടിക്കളിയല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് ഈ പറയുമ്പോൾ തന്നെ അല്പം ഒരു പ്രോബ്ലം ഉണ്ടാവും, പക്ഷേ പറയാതിരിക്കാൻ വയ്യ. ഇത് നിങ്ങൾ ജോലി ചെയ്ത് ശമ്പളം വരട്ടെ, അപ്പോൾ നിങ്ങൾ പറയും സാറേ ആ ക്ലാസ് നിങ്ങൾ പറഞ്ഞ പോലെ കുട്ടിക്കളിയല്ല, ഇത് ജീവിതം വെച്ചുള്ള കളി തന്നെയാണ്. നിങ്ങൾ അംഗീകരിക്കും. ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറയേണ്ടത്. ഓക്കെ, കാരണം നമ്മൾ സീരിയസ് ആയേ പറ്റുള്ളൂ. ലൈഫിൽ നമുക്ക് കിട്ടിയ ഒരു അവസരമാണ്. മോണ്ടിസോറിയാണ്, പ്രീ പ്രൈമറിയാണ്. ആരംഭത്തിൽ നമുക്ക് വലിയൊരു സാലറി ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പലരും നമ്മളെങ്ങനെ പറഞ്ഞ് നമ്മളെ ചൊറിയും. അപ്പോഴാണ് നമുക്ക് നമ്മുടെ താല്പര്യക്കുറവൊക്കെ വരിക. മനസ്സിലായില്ലേ? ഈ സെക്കൻഡ് തോട്ട് പലപ്പോഴും നമ്മളെ പല കാര്യങ്ങളൊന്നും പിന്തിരിപ്പിക്കും. സെക്കൻഡ് തോട്ടിന് വഴിപ്പെടാതിരിക്കുക ആണ് വേണ്ടത് കേട്ടോ. സെക്കൻഡ് തോട്ടിന് വഴിപ്പെടാതിരിക്കുക. ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ പറഞ്ഞു എന്നറിയില്ല, ഒരു ഈ തവളകളുടെ മത്സരം നടക്കിയിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ പലർക്കും എന്നെക്കുറിച്ചുള്ള പരാതി അതാണ്, സാറ് ഇംഗ്ലീഷാണ് പഠിപ്പിക്കുമെങ്കിലും ഇടക്കിടക്ക് ഈ സ്ക്രൂ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് കേട്ട് മടുത്തക്കണം സാറേ. എങ്കിലും ഞാൻ പറയും, കാരണം നമ്മുടെ തൊഴിൽ നിങ്ങളെ ഈ ക്ലാസ്സിലേക്ക് ആക്റ്റീവായി കൊണ്ടുവരിക, നിങ്ങളെ ഉത്തമയായ ടീച്ചറായിട്ട് വാർത്തെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്ന ക്ലാസ് റെക്കോർഡറാണ്. നാളെ ലിങ്ക് അയക്കുമ്പോൾ ഒത്തിരി പേര് ഈ ക്ലാസ് കാണും. ലൈവായിട്ട് ഇന്ന് വരാൻ കഴിയാത്തവർ നാളെ റെക്കോർഡ് കണ്ട് അടുത്ത ആഴ്ചയെങ്കിലും ലൈവായിട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, ഈ തവളകളെ മത്സരം നടക്കുകയാണ്. ഒരു വലിയ കുന്ന് കയറി അങ്ങനെ പോകണം, ആണ് മത്സരം. അതാണ്, കുന്ന് കയറി പോകണം. റോഡിൻ്റെ 2 സൈഡിലും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന തവളകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടും ഒരുപാട് കാണികളായ തവളകൾ 2 സൈഡിലുണ്ട്. ഈ റോഡ് അങ്ങനെ കുന്നിൻ്റെ മേലെ കയറി പോവുകയാണ്. ഓക്കെ, അങ്ങനെ കയറി പോയി അവസാനം ഇടക്കിടക്ക് ഈ മത്സരത്തിൽ നിന്നുള്ള തവളകൾ ഇങ്ങനെ പിന്മാറുന്നുണ്ട്. മത്സരം ആരംഭിക്കുമ്പോൾ 100-ലേറെ തവളകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയപ്പോൾ ഒരേ ഒരു തവള മാത്രം ഉണ്ടായത്. ഒരേ ഒരു തവള മാത്രം ഉണ്ടായത് കേട്ടോ. അപ്പം ആരും മനസ്സിലിങ്ങനെ വിചാരിക്കരുത് സാറ് എന്നെ തന്നെ ഉദ്ദേശിച്ചത്, എന്നെ മാത്രം ഉദ്ദേശിച്ചത് എന്ന് മനസ്സിൽ പിന്നെ വിചാരിക്കരുത്. അങ്ങനെ ഈ അവസാനം ഫിനിഷിംഗ് പോയിന്റ് എത്തിയ തവളയോട് നമ്മുടെ പത്രപ്രവർത്തകർ, അതും തവളകളാണ്, ഒരു ക്യാമറയും പിടിച്ചുകൊണ്ട് അവരൊന്ന് ചോദിച്ചു, ഹൗ താങ്കൾ വിജയത്തിന് വെന്നിക്കൊടി പാറിച്ചു, താങ്കൾക്കത് എങ്ങനെ കഴിഞ്ഞു? താങ്കളെ കൂടെ മത്സരിച്ച എല്ലാവരും വഴിക്ക് വെച്ച് പിന്മാറുകയാണല്ലോ എല്ലാവരും, താങ്കൾ മാത്രം ഇതെങ്ങനെ പൂർത്തിയാക്കി? ഉടനെ ഈ തവള തന്റെ 2 ചെവിയിൽ ഒരു 100 മില്ലിഗ്രാം വരുന്ന സ്പോഞ്ച് കൊടുത്തു എന്നാണ് പറഞ്ഞത്. സ്പോഞ്ച്. ഇപ്പം ഈ കഥൻ്റെ പൊരുളിങ്ങ് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, എന്ത് സംഭവം എന്താണ്? വഴിയിൽ ഈ തവളകളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി കാണികളായ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് വിജയം കൈവരിച്ച ആ തവള തൻ്റെ ചവിട്ടിൽ 100 മില്ലിഗ്രാം സ്പോഞ്ച് തിരികെ വെച്ചത്. ഒന്നും കേൾക്കരുത്. കേൾക്കുമ്പോഴാണ് നമ്മുടെ വിജയത്തിൻ്റെ പാതയിൽ തടസ്സങ്ങൾ വരിക. ഓക്കെ, അപ്പോൾ ഞാൻ കേട്ടോ, ഇത് മനുഷ്യന്മാരെ കഥ തന്നെയാണ്. ഞാൻ തവളകൾ എന്നുള്ളത് ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്തു അല്ലേ? സ്റ്റാർട്ടിങ് പോയിന്റിൽ നമുക്കറിയാം ക്ലാസ് ഫുള്ളായിരുന്നു. ഓക്കെ, ശേഷം ഒരുപാട് ആൾക്കാർ പിന്നെയും ജോയിൻ ചെയ്തു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ക്ലാസ്സിൽ മാക്സിമം ഒരു 40 പാർട്ടിസിപ്പേഷൻ ആവുന്നുള്ളൂ. വഴി വെച്ച് പിന്മാറരുത്. മനസ്സിലായില്ലേ? നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി കുറേ ആളുകൾ വരും. അവരെ കുറ്റപ്പെടുത്താൻ പറ്റൂല, കാരണം അവർ തമാശ പറയുകയാണ്. വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പറയണ്ടേ, അതിനു വേണ്ടി പറയുകയാണ്. മനസ്സിലായില്ലേ? ആ സമയത്ത് പിന്മാറരുത്. ഇത് ജീവിതം വെച്ചുള്ള കളിയാണ്. ഈ കളിയിൽ നമ്മൾ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ചിട്ട് പിന്നെ നമുക്ക് ഈ രംഗത്തേക്ക് വരണം.
അപ്പോൾ അടുത്തിടെ ഒരു ലേഡി നമ്മുടെ ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ചിന് ലേഡി എന്നെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, സാറേ ഇപ്പോൾ TTC എവിടെല്ലാം മോണ്ടിസോറി TTC എവിടെല്ലാം പഠിപ്പിക്കുന്നുണ്ട്, ഈ പഠിപ്പിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും സ്കൂളിൽ ജോയിൻ ചെയ്യാൻ കഴിയുമോ നിങ്ങൾ ചോദിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ആൻസർ ഇതായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടി 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 വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ LKG UKG തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, ഇംഗ്ലീഷ് മീഡിയം LKG UKG ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ചേർക്കുന്ന പാരൻസേ ഇന്നും ഉള്ളൂ. 100% പാരൻസും അങ്ങനത്തെവരാണ്. അവിടെ തന്നെ ഇപ്പോൾ എൻ്റെ മകൾ മുമ്പ് പഠിച്ചിരുന്ന കോട്ടക്കൽ GMLP സ്കൂളിൻ്റെ അവസ്ഥ, അവിടെ ആദ്യം മകളൊക്കെ പഠിക്കേണ്ടന്ന് ഒരൊറ്റ ബാച്ച് മാത്രമേ ഉള്ളൂ LKG. കഴിഞ്ഞ ഏതാനും മാസങ്ങൾ മുമ്പ് അവിടുത്തെ സാറിനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ വെറുതെ ചോദിച്ചാൽ പറയുകയാണ്, ഇപ്പം നല്ല കോച്ചിങ് ആണ് കേട്ടോ കൊടുക്കേണ്ടത്, കാരണം 6 ബാച്ചായി സാറേ. 6 ബാച്ച് എന്ന് പറയുമ്പോൾ ഏകദേശം 200ന്റെ മേലെ പിള്ളേർ അവിടെ, അത് ഗവൺമെൻറ് സ്കൂളാണ്, ഗവൺമെൻറ് സ്കൂൾ പഠിക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ അവിടെ ഈ ഒരു ക്ലാസ്സിലേക്ക് 2 ടീച്ചർമാരും ഒരു ആയും വേണം. ഈ ആയിട്ട് മിക്കവാറും പോസ്റ്റ് ചെയ്യേണ്ടത് ഫുഡ് ഉണ്ടാക്കുന്ന സ്കൂളിൽ വേറെ ഉണ്ട്. ഈ മക്കളെ നോക്കാൻ വേണ്ടി തന്നെ പോസ്റ്റ് ചെയ്യേണ്ടത് മോണ്ടിസോറി കഴിഞ്ഞ ആളാണ്. കാരണം എന്താ അറിയോ, ഈ മോണ്ടിസോറി ടീച്ചേഴ്സ് 2 ആൾ എന്ന് ലീവായി കഴിഞ്ഞാൽ ഇവരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സാലറി ഏകദേശം ഈക്വൽ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡ് ഇങ്ങനെ കൂടി വരികയാണ്. നമ്മളെ ഞാൻ പറഞ്ഞ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടാകും. അതൊന്നും വഴിപ്പെടരുത്. പല സ്കൂളുകളിലും പോയിട്ട് അവിടുത്തെ അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ ഈ കാര്യം പറയേണ്ടത് കേട്ടോ. കഴിവുള്ളവരായി മാറുക, നമ്മൾക്കതാണ് വേണ്ടത്. അറിയാലോ, നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂവിന് നമുക്കറിയാം 4-5 ടീച്ചേഴ്സിൻ്റെ ഒഴിവുള്ളെങ്കിൽ അങ്ങോട്ട് 40 ആൾ വരും. ഈ 40 ആളെയും ടീച്ചറായി പോസ്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഏറ്റവും കഴിവുള്ള 4 ആളുകളെയാണ് എടുക്കുക. എന്നാൽ കുട്ടികളെ സ്നേഹിക്കാൻ പഠിക്കുക, ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറേ ശ്രമിക്കുമ്പോൾ അതുകൊണ്ട് വഴങ്ങി വരും. അല്ലാതെ എനിക്കിതൊന്നും പറ്റൂല, എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറരുത് കേട്ടോ. ഓക്കെ, ഒരു ഭീരു പല പ്രാവശ്യം മരിക്കും, ധീരന് മരണം ഒരിക്കലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു മറക്കരുത് കേട്ടോ. നിങ്ങളൊക്കെ ധീരന്മാരായി കാണാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. നിങ്ങളെ കൂടെ നിങ്ങളെ ചങ്കായി നിൽക്കുന്ന നമ്മുടെ ലേഡി സ്റ്റാഫിനും ഇൻക്ലൂഡിങ് മീ ജെൻ സ്റ്റാഫിനും ഒക്കെ ഉള്ള ആഗ്രഹം നിങ്ങൾ ഏറ്റവും കഴിവുള്ള ഒരു ടീച്ചറായിട്ട് കാണാനാണ്. അതിനുവേണ്ടി നമ്മൾ എല്ലാ രീതിയിലും പരിശ്രമിക്കാൻ തയ്യാറുമാണ് കേട്ടോ. അപ്പോൾ ആ രംഗത്തേക്ക് നിങ്ങൾ മാക്സിമം തയ്യാറായി വരിക, പിന്മാറരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ എത്രയും പറഞ്ഞത് അറിയോ, ഇനിയിപ്പോൾ ലൈവല്ലേ റെക്കോർഡർ കാണാൻ വേണ്ടി, ഇപ്പോൾ ക്ലാസ് റെക്കോർഡറാണ്, ലിങ്ക് ഞാൻ നാളെ അയക്കും. പിന്നെ എന്തായാലും കുറേ ആൾക്കാരിഞ്ഞും റെക്കോർഡ് വീഡിയോ കാണും, അവരെങ്കിലും ലൈവ് ക്ലാസ്സിന് വരട്ടെ കേട്ടോ. നിങ്ങളും ക്ലാസ് ഡിസ്കഷനിലോ ഒക്കെ ഇത് ചേർക്കുക, ഈ കാര്യം പറയുക. അത് നമ്മളെ പൊതുവെ ഒരു ഹ്യൂമൻ ടെൻഡൻസിയാണ്. എന്ത് പ്രോഗ്രാം ആരംഭിക്കുമ്പോഴും ഭയങ്കര താല്പര്യമാണ് ഈ കാര്യം, പിന്നെ താല്പര്യം കുറഞ്ഞു വരും. ഇതിന് ആരംഭശൂരത്വം എന്ന് പറയാറുണ്ട്. ഓക്കെ, നമുക്ക് അതിലേക്ക് അടക്കാം. നമ്മൾ പ്രിപ്പോഷൻ എന്ന ചാപ്റ്ററോടെ കഴിഞ്ഞു കേട്ടോ. എങ്കിലും പഴയ ക്ലാസ്സുകൾ കാണുക. നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും സാലറി വാങ്ങുന്ന ആ ദിവസത്തോട് ഓരോ പടി അടുത്തുകൊണ്ടിരിക്കണം. മറക്കരുത്, നമ്മുടെ അക്കൗണ്ടിൽ സാലറി, ഇപ്പം മിക്ക ടീച്ചേഴ്സിൻ്റെയും സാലറി പ്രിൻസിപ്പാളോ അല്ലെങ്കിൽ PTA നിയമിക്കേണ്ട ഭാരവാഹിയോ കൊടുക്കല്ല. ഞാൻ LKG UKG പറഞ്ഞു കേട്ടോ. അപ്പോൾ കൊടുക്കല്ല ചെയ്യേണ്ടത്, പകരം അവരുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവരെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമ്പ്രദായമാണ് ഇപ്പോൾ മിക്ക സ്കൂളിലും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ അക്കൗണ്ടിലേക്ക് നിങ്ങളെ സാലറി ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ദിവസത്തോട് ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സൗണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ കാര്യം മനസ്സിലാക്കിയിട്ട്, ഞാൻ ഓൾറെഡി 2 ക്ലാസ് ഉണ്ടായിരുന്നേ, അപ്പം ഓൾറെഡി സൗണ്ടൊക്കെ പോയിക്കണം. പരമാവധി ഫോളോ ചെയ്യാൻ നോക്കാം. പ്രിപ്പോഷനാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കേണ്ടത്. ആണല്ലോ, എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതുന്നു. ആണോ അല്ലയോ? പിന്നെ പ്രിപ്പോഷന് പിന്നെ ഒന്ന് പറയൂ. പ്രിപ്പോഷൻ അല്ല, സോറി, നമ്മൾ ചാപ്റ്റർ 6 കൺജങ്ഷൻ, നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ അതാണ്. അതിൽ നമ്മൾ
കൈൻഡ് ഓഫ് കൺജങ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? ബാക്കിയുള്ളതും ഏകദേശം ഓടിച്ച് പറഞ്ഞിരുന്നു, ഫുള്ളായിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെ അല്ലേ? ഓർമ്മയുണ്ടോ? ഒന്ന് പറയൂ. ജസ്റ്റ് ഒന്ന് പറയൂ. ഓക്കെ, എന്താണ് പറഞ്ഞത്? ജസ്റ്റ് ഓക്കെ. അപ്പോൾ നമ്മൾ കൺജങ്ഷൻ എന്ന ചാപ്റ്റർ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും ഭാഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണ്ട. ഞാൻ കൺജങ്ഷൻ ആദ്യം മുതൽ പറയാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. കൺജങ്ഷൻ കൺജങ്ഷൻ ഈസ് കമ്പൈനിങ് വേർഡ്സ്. നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കുകയാണെങ്കിൽ അങ്ങനെ പഠിച്ചാൽ മതി. കൺജങ്ഷൻ ഈസ് കമ്പൈനിങ് വേർഡ്സ് ഓർ ജോയിനിങ് വേർഡ്സ്. രണ്ടോ അതിലേറെയോ വാക്കുകളെയോ പരസ്പരം കൂട്ടി യോജിപ്പിക്കുന്ന വേർഡുകളെ നമ്മൾ പറയുന്ന പേരാണ് കൺജങ്ഷൻ. ആദ്യം പറഞ്ഞിരിക്കുന്ന വാട്ട് കൺജങ്ഷൻ എന്നതിൻ്റെ ഒരു പരിഭാഷയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ വായിച്ചു നോക്കൂ. So conjunctions are used to combine two or more objects, phrases or clauses. It can also be termed as connectors as they are employed in sentences to make connections. അപ്പോൾ ഈ കണക്ഷന് പരസ്പര ബന്ധം കാണിക്കാനും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ വാക്കുകളെ യൂസ് ചെയ്യുന്നത്. കൺജങ്ഷൻസ് ക്യാൻ നോർമലി ബി ഫൗണ്ട് ഇൻ ദ ലാറ്റർ പാർട്ട് ഓഫ് സെന്റൻസ്. ഒരു വാചകം നമ്മൾ രണ്ട് വാചകങ്ങളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ വാചകം ആരംഭിക്കുന്ന ആ സെൻട്രൽ ഭാഗത്തെയാണ് ലാറ്റർ പാർട്ട് എന്ന് പറയുക. ആ ലാറ്റർ പാർട്ടിലായിരിക്കും മിക്കപ്പോഴും നമ്മൾ കൺജങ്ഷൻ കാണാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. ഓക്കെ, ഇഫ് ദേ ആർ യൂസ്ഡ് ടു കണക്ട് ക്ലോസസ്, ഇഫ് കൺജങ്ഷൻസ് ആർ യൂസ്ഡ് ടു കണക്ട് ഒബ്ജക്ട്സ് ഓർ ഫ്രേസസ്, ദേ കൻ അപ്പിയർ ഇൻ ദ ബിഗിന്നിങ്. ഇനി പലപ്പോഴും നമ്മൾ സംസാര ഭാഷയിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം, ഇപ്പോൾ രണ്ട് കാര്യം നമ്മൾ പറയുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞുകൊണ്ടൊരു വൈരുദ്ധ്യം കാണിക്കാൻ വേണ്ടി പറയുമ്പോൾ ആ വൈരുദ്ധ്യം കാണിക്കുന്ന വാക്യത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കൺജങ്ഷൻ യൂസ് ചെയ്തു എന്ന് വരാം. നമ്മൾ ബൈ ദ ബൈ എന്നൊക്കെ പറയാറുണ്ടല്ലേ. അപ്പം നമ്മളിങ്ങനെ നമ്മളെ കൂട്ടുകാരിയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വിഷയം മാറ്റാൻ വേണ്ടി നമ്മൾ പറയും ബൈ ദ ബൈ. എടി നീ അറിഞ്ഞോ നമ്മുടെ അവളില്ലേ, അവളെ ഹസ്ബൻഡ് അവൾക്ക് ഗൾഫിലേക്ക് ഒരു നല്ല വിസ എടുത്ത് കൊടുത്തിട്ടുണ്ടാലോ. നമുക്ക് പറയും വിഷയം മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ബൈ ദ ബൈ എന്ന് പറയാറുണ്ട്. അതൊരു കൺജങ്ഷനായിട്ട് ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. സോ കൺജങ്ഷൻസ് ആർ 3 kinds as if when they are using in sentences. നമ്മൾ പലപ്പോഴും സെന്റൻസുകളിൽ കൺജങ്ഷൻ യൂസ് ചെയ്യുമ്പോൾ അവയുടെ ഫങ്ഷൻ അനുസരിച്ച്, അവ ചെയ്യുന്ന ഫങ്ഷൻ എന്താണോ അതനുസരിച്ച് കൺജങ്ഷനെ 3 കാറ്റഗറി ആയിട്ട് പഠിക്കാനുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ ആ ചാപ്റ്റർ 6 കൺജങ്ഷൻ എന്നുള്ള ആ പേജ് ഓപ്പൺ ചെയ്യുക. അവിടെ കാണാൻ പറ്റും 3 കാറ്റഗറി. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, ഫസ്റ്റ് വൺ ഈസ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. എന്താണ് കോർഡിനേറ്റിംഗ്? കേവലമായി പരസ്പരം ബന്ധിപ്പിക്കുക, അത്രയേ ഉള്ളൂ അർത്ഥം. കേവലമായി പരസ്പരം ബന്ധിപ്പിക്കുമ്പോൾ രണ്ട് വാക്യങ്ങളെ നമ്മൾ ഒരു കണ്ണിയായിട്ട് കൂട്ടിക്കെട്ടുമ്പോൾ അതിന് പറയുന്നതാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഇതിൽ വരുന്നതാണ് ഫോർ, ആൻഡ്, നോർ, ബട്ട് ഓർ യെറ്റ്, സോ. ഓരോന്നിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് എക്സാമ്പിൾ കൂടി പറയാം. നിങ്ങൾ കഴിയുകയാണെങ്കിൽ നിങ്ങൾ ലെക്ചർ നോട്ടിൽ ഞാൻ പറയുന്ന എക്സാമ്പിൾ കൂടി എഴുതിക്കോളൂ, ഗുണം ചെയ്യും. ലാംഗ്വേജ് എന്തായാലും ഓരോ ലെസൺസും നമുക്ക് പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരികയും പഠിപ്പിച്ചു തരികയുമാണല്ലോ അല്ലേ. ഓക്കെ, ഫസ്റ്റ് വൺ ഫോർ. ഈ ഫോറിൻ്റെ മീനിങ് ഇവിടെ വേണ്ടി എന്നല്ല. ഫോറിന് നമ്മൾ വേണ്ടി എന്ന് അർത്ഥം പറയുന്നത് ഫോർ പ്രിപ്പോസിഷൻ ആയി ഉപയോഗിക്കുമ്പോൾ മാത്രമാണ്. എന്നാൽ ഫോറ് ഇവിടെ നമ്മൾ കൺജങ്ഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഫോറിൻ്റെ അർത്ഥം ബിക്കോസ് എന്നാണ്, അഥവാ എന്തുകൊണ്ടെന്നാൽ. അപ്പം അർത്ഥം വെച്ചോളൂ, എന്തുകൊണ്ടെന്നാൽ. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറയാം. ഐ ഹാഡ് ഫീവർ ഫോർ ഐ കുഡിൻറ്റ് അറ്റൻഡ് ദ ക്ലാസ്. ഐ ഹാഡ് ഫീവർ, എനിക്ക് പനി ഉണ്ടായിരുന്നു. ഫോർ എന്തുകൊണ്ടെന്നാൽ ഐ കുഡിൻറ്റ്
അറ്റൻഡ് ദ ക്ലാസ്. അല്ലെങ്കിൽ കാരണം ഈ ഫോറിന് കാരണം എന്നും പറയട്ടോ, എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ രൂപത്തിലാണ് നമ്മൾ വാക്യങ്ങൾ പറയേണ്ടത്. ഇപ്പം എക്സാമ്പിൾ, ഓരോ എക്സാമ്പിൾ മാത്രം പറയാം, കാരണം കൂടുതൽ എക്സാമ്പിൾ പറയുമ്പോൾ കൺഫ്യൂഷൻ വന്നാലോ. അപ്പോൾ ഐ ഹാഡ് ഫീവർ ഫോർ ഐ കുഡിൻറ്റ് അറ്റൻഡ് ദ ക്ലാസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആൻഡ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം അല്ലേ? ആൻഡ് രണ്ട് കാര്യങ്ങളെ ബന്ധിപ്പിച്ച് പറയാൻ വേണ്ടിയാണ് ആൻഡ് യൂസ് ചെയ്യാം അല്ലേ? സച്ചിൻ ഈസ് എ ബാറ്റ്സ്മാൻ ആൻഡ് എ ബൗളർ. സച്ചിൻ ഈസ് എ ബാറ്റ്സ്മാൻ ആൻഡ് എ ബൗളർ. സച്ചിൻ നന്നായി ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാനും ആണ്, ആൻഡ് എ ബൗളർ, അയാൾ ഒരു ബൗളറും ആയിരുന്നു. ഓക്കെ, എനിക്ക് പഴയ കളിക്കാരെ പേരെ ഓർമ്മ വരുള്ളൂ കേട്ടോ. ഇപ്പോഴത്തെ കളിക്കാരെ പേര് പറയുകയാണെങ്കിൽ അല്ലേ, നിങ്ങൾക്ക് പറയാം വിരാട് കോഹ്ലി ഈസ് എ ഗുഡ് ബാറ്റ്സ്മാൻ ആൻഡ് ഫീൽഡർ. പിന്നെ വിരാട് കോഹ്ലി ബൗൾ ചെയ്യാറില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് എ ഗുഡ് ഫുട്ബോളർ ആൻഡ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ് അല്ലേ? ക്രിസ്ത്യാനോ റൊണാൾഡോ or CR7 is a good footballer and a good human being. അറിയാലോ, ലോകത്ത് തനിക്ക് സീസണിൽ കിട്ടുന്ന പണത്തിൻ്റെ വലിയൊരു ഭാഗം, ഒരു സിംഹഭാഗം പാലിയേറ്റീവ് കെയർ, ഇൻ്റർനാഷണലി പാലിയേറ്റീവ് കെയർ സർവീസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലോകത്തെ മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അയാൾക്ക് 90 കോടിയോ മറ്റോ ആണല്ലോ സീസണിലായി കിട്ടുന്ന ശമ്പളം. അതിലയാൾ 70 കോടിയും അയാൾ യൂസ് ചെയ്യുന്നത് പോർച്ചുഗലിലെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെയും ക്യാൻസർ രോഗികളെ പോലെ ഉള്ള പാവപ്പെട്ട മാരകമായ രോഗം പടർന്നു പിടിച്ചിരിക്കുന്ന ഏരിയയിലൊക്കെയുള്ള ആളുകൾക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ക്രിസ്ത്യാനോ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ വായിക്കണം, അറിയണം. നമ്മൾ ടീച്ചേഴ്സിന് എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം, എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളിലും. ബിരിയാണി ടേസ്റ്റ് കൂടി ഉണ്ടാക്കാൻ അറിഞ്ഞാൽ മാത്രം പോരാ. പകരം നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുന്ന സമൂഹവുമായി ബന്ധപ്പെട്ട് വരുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് അപ്ഡേഷൻ വേണം. അതിന് നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ ആക്റ്റീവ് ആവണം. വാട്സപ്പിൽ കൂട്ടുകാരോട് ചാറ്റ് ചെയ്യൽ മാത്രമല്ല, ഈ വാട്സപ്പ് വാർത്തകളൊക്കെ ഉണ്ടല്ലോ, അതിലൂടെ വാർത്തകൾ അറിയണം. ഓരോ വിഷയത്തിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള പിന്നെ അഭിപ്രായങ്ങൾ വേണം. അല്ല അതൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള രീതി ആവരുത്. ഓക്കെ, സോ പിന്നെ സ്ത്രീകൾക്ക് എന്ത് ക്രിക്കറ്റ്, ഫുട്ബോള് എന്നൊക്കെയുള്ള ചിന്ത ഒരു പക്ഷേ പഴയ കാലത്ത് അത്തരം ചിന്തകൾക്ക് വലിയ മാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൊതുവെ ഈ രംഗത്തേക്ക് വരുന്ന അല്ലെങ്കിൽ ഇത്തരം കളികൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീ ജനങ്ങളുടെ എണ്ണം കുറവായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമുക്കറിയാം, ലോകത്തെ എന്താ പറയുക ഇറാനെ പോലെയുള്ള രാജ്യങ്ങൾ പോലും വനിതാ ഫുട്ബോൾ രംഗത്ത് വളരെ ആക്റ്റീവായിട്ട് അല്ലേ, അവിടുത്തെ ഭൂരിപക്ഷ മതം അനുശോസിക്കുന്ന രീതിയിലുള്ള വസ്ത്രം അണിഞ്ഞുകൊണ്ട് തന്നെ ഈ ഫുട്ബോൾ മേഖലയിലൊക്കെ വിലസുന്ന വനിതാ താരങ്ങൾ ഇറാനെ പോലെയുള്ള രാജ്യങ്ങളിൽ പോലുണ്ട്. അപ്പോൾ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഓക്കെ, വിശ്വാസത്തെ നമ്മൾ ഹനിക്കാൻ പാടില്ല. വിശ്വാസം അത് മഹത്താണ്. ആ വിശ്വാസത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞ അപ്ഡേഷൻ നമുക്ക് ആവശ്യമാണ്. എല്ലാ കാര്യങ്ങളിലും അപ്ഡേഷൻ വേണം. സോ ഇതൊക്കെ അറിയണം. ഞാൻ കൊണ്ട് പറഞ്ഞു കേട്ടു, ഇതൊക്കെ വായിക്കണം, അറിയണം. ഫുട്ബോൾ അല്ലേ, ക്രിസ്ത്യാനോ അല്ലേ, എൻ്റെ അനിയത്തിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്, അനിയത്തി അയാളെ ഫാനാണ്, എനിക്കെന്ത് CR7 എന്ന് പറഞ്ഞിരിക്കല്ല വേണ്ടത്. ഓക്കെ, നമുക്ക് നമ്മുടെ കാര്യത്തിൽ കിടക്കാം. ഇനി അടുത്തതാണ് നമുക്ക് നോറ്. രണ്ട് കാര്യങ്ങൾ നെഗറ്റീവാക്കി പറയുമ്പോൾ നമ്മൾ നോറ് പറയും. ഓക്കെ, എങ്ങനെ നോറ് നമ്മൾ ഇടയ്ക്ക് യൂസ് ചെയ്യും. സച്ചിൻ ഈസ് നോർ എ ഫുട്ബോളർ ആൻഡ് കൂടെ നോറിൻ്റെ കൂടെ നമുക്ക് ആൻഡും ചേർക്കാം. നോർ എ ഫുട്ബോളർ ആൻഡ് എ വോളിബോളർ. സച്ചിൻ ഒരു ഫുട്ബോളറും അല്ല, വോളിബോളറും അല്ല.
അയാളൊരു കിക്ക് കളിക്കാരനാണ്. അപ്പോൾ രണ്ടും അല്ല എന്ന് പറയാൻ വേണ്ടി നോറ് യൂസ് ചെയ്യും. എന്നാൽ നോറ് ഇങ്ങനെയല്ല നോറ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ അടുത്ത കാറ്റഗറി വരും മനസ്സിലാവും. നോറിൻ്റെ മുമ്പിൽ നെയ്തർ എന്ന ഒരു വേർഡ് വരും, അങ്ങനെയാണ് യൂസ് ചെയ്യൽ. അവിടെ ഞാൻ എക്സാമ്പിൾ കൂടുതൽ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അടുത്താണ് ബട്ട്. ബട്ടിന് ഇവിടുത്തെ മീനിങ് പക്ഷേ എന്നല്ല, ബട്ടിന് ഇവിടുത്തെ മീനിങ് ഒഴികെ എന്നാണ്. ഓൾ ബട്ട് റഹീമ കെയിം ടു ദ ഫങ്ഷൻ. റഹീമ ഒഴികെ എല്ലാവരും ഫങ്ഷന് വന്നു. ഓൾ ബട്ട് റഹീമ കെയിം ടു ദ ഫങ്ഷൻ. ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ നന്നായി ശ്രദ്ധ ഉണ്ടായിരിക്കണം, കൃത്യമായി മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ബട്ട് പഠിഞ്ഞു. ബട്ട് നെക്സ്റ്റ് വരുന്നതാണ് ഓറ്. നമുക്കറിയാം ഓറ് നമ്മൾ കുറേ പഠിച്ചേക്കണം. പലപ്പോഴും ഓറ് എന്ന വേർഡ് കാണുമ്പോൾ തന്നെ ഭയപ്പെടുത്തിയിരുന്ന പഴയ കാലഘട്ടം ഓർമ്മയിൽ വരും. പിന്നെ SLC എക്സാമിൻ്റെ ആ സമയം, +1 എക്സാമിൻ്റെ സമയം, +2 എക്സാമിൻ്റെ സമയം, അവിടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓറ് നമ്മൾ ഇഷ്ടംപോലെ കണ്ടെക്കണം. ഓക്കെ, ഹി ഈസ്. പക്ഷെ ഇവിടെ ഓറ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മുമ്പ് ഒരു ഐതർ ചേർത്തുകൊണ്ട് ഉപയോഗിക്കുന്നതാണ് സ്റ്റൈല്. അതുകൊണ്ട് ഓറിൻ്റെ എക്സാമ്പിൾ നമ്മൾ അടുത്ത കോറിലേറ്റീവ് കൺജങ്ഷൻ്റെ ഭാഗത്ത് പറയുന്നതാവും ഒന്നുകൂടി നന്നായിരിക്കാം. ഓക്കെ, അടുത്താണ് യെറ്റ്. യെറ്റിൻ്റെ മീനിങ് ഇനിയും എന്നർത്ഥം. യെറ്റ് നെഗറ്റീവായ വാക്യങ്ങളിലാണ് യൂസ് ചെയ്യുക. ദ മാച്ച് ഹാസിൻഡ് സ്റ്റാർട്ടഡ് യെറ്റ്. മത്സരം ഇനിയും തുടങ്ങിയിട്ടില്ല. ദ എക്സാം ഹാസിൻഡ് സ്റ്റാർട്ടഡ് യെറ്റ്. പരീക്ഷ ഇനിയും ആരംഭിച്ചിട്ടില്ല. ഹി ഹാസിൻഡ് കം യെറ്റ്. അയാൾ ഇനിയും വന്നു ചേർന്നിട്ടില്ല. അറിയാതെ 3 എക്സാമ്പിളായി, ഒരു എക്സാമ്പിൾ മാത്രം എടുത്താൽ മതി കേട്ടോ. വളരെ നല്ല പ്രയോഗമാണ്. സംസാര ഭാഷയിലൊക്കെ വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് കൂടിയാണ് യെറ്റ്. ഇനി സോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് എന്ന അർത്ഥത്തിലാണ് സോ യൂസ് ചെയ്യാം. ഓക്കെ, സോൻ്റെ മീനിങ് ഇവിടെ അതുകൊണ്ട് എന്ന് തന്നെയാണ്. ഹി ഈസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്, സോ ഹി ക്യാൻ കം ടു എനി ഹോസ്പിറ്റൽ. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ ഹോസ്പിറ്റലിലും അദ്ദേഹം വന്നേക്കാം, അദ്ദേഹത്തിന് വരാൻ കഴിയും, അദ്ദേഹം വരാറുണ്ട്. ഓക്കെ, ഹി ഈസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്, സോ ഹി ക്യാൻ അറ്റൻഡ് എവരി ഫ്യൂണറൽ ഫങ്ഷൻസ്. വേറെ എക്സാമ്പിളാണ് ഈ നിങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടോയെന്ന് അറിയില്ല, ചില വീടുകളിലൊക്കെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മരിച്ച രോഗിയുമായിട്ട് യാതൊരു ബന്ധമോ അടുപ്പോ അല്ലെങ്കിൽ ആ രോഗി അല്ലെങ്കിൽ മരിച്ച വ്യക്തിയെ പരിചയമോ ഒന്നും ഇല്ലാത്ത, ഇവർക്ക് ആർക്കും അറിയാത്ത ചില ആളുകളെ അന്ന് ആ ഒരു മരണ വീട്ടിൽ കണ്ടെന്ന് വരാം. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്, മനുഷ്യനായിട്ട് സ്നേഹിക്കുന്നവർ. അവർക്ക് ഒരു പക്ഷെ അവർ ദൂരെ ഒരു 10-20 കിലോമീറ്റർ ദൂരെ ആണെങ്കിൽ പോലും അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ മനുഷ്യന് തങ്ങളുടെ പ്രാർത്ഥന നൽകാൻ വേണ്ടി അവർ വരും. മനസ്സിലായല്ലോ? അങ്ങനെയുള്ള ചില ആളുകളെ ഞാൻ പല സ്ഥലങ്ങളിലും വെച്ചിട്ട് ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഞാനങ്ങനെ എൻ്റെ ഫാദർ മരിച്ച സമയത്ത് അങ്ങനെ ഒരാളെ മീറ്റ് ചെയ്തു. അയാൾ എൻ്റെ ലൊക്കേഷനിൽ നിന്നും ഏകദേശം ഒരു 7 കിലോമീറ്റർ ദൂരെയുള്ള ലൊക്കേഷനിലാണ് അയാളുള്ളത്. അത് അയാളോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അയാൾ അറിയാൻ വേണ്ടി അയാൾക്ക് ഫാദറുമായിട്ട് എന്തെങ്കിലും ഈ ഫിനാൻസ് ഇടപാടുകൾ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് അയാൾ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഒപ്പാൻ അറിയില്ല, പക്ഷേ ഇങ്ങനൊരു മരണം സംഭവിച്ച വീടാണെന്ന് അറിഞ്ഞു. അപ്പോൾ അതിൽ ആ ദുഃഖത്തിൽ പങ്കുചേരുക, പ്രാർത്ഥനയിൽ പങ്കുചേരുക എന്ന ഉദ്ദേശം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചോ മറ്റോ അല്ല, നമ്മളൊക്കെ മരണപ്പെട്ടു പോകാനുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ആ മരണപ്പെട്ടു പോയ മനുഷ്യനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്കും നമ്മൾ മരണപ്പെടുമ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാനും നമ്മുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും ഒത്തിരി ആളുകൾ ഇങ്ങനെ വരുള്ളൂ. ആ ഒരു ഇതാണ് വരിക. എനിക്ക് തോന്നി അയാൾ നല്ലൊരു മനുഷ്യനാണ്. ഒരുപക്ഷെ ഇക്കാലത്തൊക്കെ അങ്ങനെയുള്ള ആളുകളെ കണ്ടുകിട്ടാൻ പ്രയാസമാണ്. നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും നന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്താ പറയുക, അതിന് പ്രതിഫലങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് പറയാതെ വയ്യ അല്ലേ. തമാശയായിട്ട് പറയാം കേട്ടോ, കാര്യമാക്കരുത്.
ചില ഹൗസ് വാമിങ്ങിനൊക്കെ നമ്മൾ സ്വല്പം വില കൂടിയ എന്തെങ്കിലും ഫർണിച്ചർ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ഹൗസ് വാമിങ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും, പ്രതീക്ഷിക്കും മൂപ്പര് അതിനേക്കാളും കുറച്ചും കൂടി കോസ്റ്റ് കൂടിയ ഒന്ന് കൊണ്ടുവരും. അങ്ങനെ പ്രതീക്ഷിക്കാനേ പാടില്ല. എങ്കിലും നമ്മൾ ചെയ്യുന്ന ആ കാര്യം നന്മയായിട്ട് പിന്നെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നന്മയല്ല, അതൊരു ജോലിയാണ്. ജോലിക്ക് നമുക്ക് ശമ്പളം വാങ്ങുന്ന പോലെ. ഓക്കെ കേട്ടോ, യെസ്. ഇനി അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും ഇത്തരം കൺജങ്ഷനുമായിട്ട് വളരെ അടുത്ത് പ്രയോഗങ്ങൾ മനസ്സിലാക്കുക. ഞാൻ കൂടുതൽ ഭാഗങ്ങൾ എടുക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോറിലേറ്റ് കൺജങ്ഷനും ഒക്കെ എടുക്കാം. ഇപ്പോൾ ഓൾറെഡി നമ്മൾ അത്യാവശ്യം ഒരു മീഡിയം സ്പീഡിലാണ് പോകുന്നത് കേട്ടോ. ഒരു 2 മാസം മാക്സിമം ആകുമ്പോഴേക്കും നമ്മുടെ പോർഷൻസൊക്കെ ഏറെക്കുറെ ഫുള്ള് കവർ ആകപ്പെടും. അതോടുകൂടി നമുക്ക് എക്സാമുകളും വരും. അപ്പോൾ ഇനി എക്സാമിനേഷൻ ഓറിയൻറ്റേഷൻ ക്ലാസ് ഓൾറെഡി യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് എക്സാമിനേഷന് വേണ്ട PDF അയച്ചു തരും. കാരണം ഇംഗ്ലീഷിൻ്റെ 100 മാർക്കിനുള്ള അല്ലെങ്കിൽ 50 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വരുന്ന ഒരു 400ഓളം ചോദ്യങ്ങൾ വരുന്ന PDF ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പുകളിലുണ്ട്. അത് നിങ്ങൾക്ക് എക്സാം ആവുമ്പോൾ നമ്മുടെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അയച്ചു തരും. അതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ യൂട്യൂബ് ക്ലാസ് ഞാൻ ഓൾറെഡി എടുത്ത് റെക്കോർഡ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുന്നുണ്ട്. അതോടുകൂടി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിൻ്റെ എക്സാമിന് ഫുൾ മാർക്ക് തന്നെ വാങ്ങാം. ഓക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കാര്യം ഉൾക്കൊള്ളുക. പിന്നെ ഉഴപ്പലിൻ്റെ ചിന്ത മനസ്സിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷെ അതിനൊന്നും വില കൊടുക്കരുത്, അതിന് കീഴാണി കൊടുക്കരുത്. നമ്മുടെ ജീവിതമാണ് നമ്മുടെ ജീവിതമാണ് ഇവിടെ നമ്മൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഷെയർ ചെയ്യപ്പെടുന്നത്. ആക്റ്റീവായി മുമ്പോട്ട് വരിക. ഓക്കെ, സോ ഇന്നിത്ര പോരെ അല്ലേ? സോക്ക് എക്സാമ്പിൾ പറഞ്ഞില്ല അല്ലേ? ഇന്നൊരു എക്സാമ്പിൾ പറയാം. എന്താണ്? ഹീ ഈസ് എ ഗുഡ് ക്രിക്കറ്റർ. ഹീ ഈസ് എ ഗുഡ് ടീച്ചർ. സോ ഹീ ക്യാൻ സ്റ്റഡി ഓൾ സ്റ്റുഡൻസ്. ഹീ ഈസ് എ ഗുഡ് ടീച്ചർ. അദ്ദേഹം നല്ലൊരു അധ്യാപകനാണ്. സോ അതുകൊണ്ട് തന്നെ ഹീ ക്യാൻ ടീച്ച് ഓൾ ചിൽഡ്രൻ. അദ്ദേഹത്തിന് എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാൻ കഴിയും. സോ ഹീ ക്യാൻ ടീച്ച് ഓൾ ചിൽഡ്രൻ. അദ്ദേഹത്തിന് എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ഏറെക്കുറെ എല്ലാ എക്സാമ്പിളും പറഞ്ഞു. നമുക്ക് കോറിലേറ്റീവ് കൺജങ്ഷനും സബോർഡിനേറ്റ് കൺജങ്ഷനും കാര്യകാരണ സഹിതം അടുത്ത ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാം. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ ശരിക്കും ഉൾക്കൊള്ളുക. റിപ്പീറ്റഡ്ലി ക്ലാസ്സുകൾ കേൾക്കണം കേട്ടോ, കാണണം ഒക്കെ വേണം. നന്നായിട്ട് എല്ലാ ക്ലാസ്സുകളും നമ്മളെ സ്കൂൾ മാനേജ്മെൻറ്റും അതുപോലെ ഹെൽത്ത് ന്യൂട്രീഷനും പ്രീ പ്രൈമറി തിയറിയും മോണ്ടിസോറി ഫിലോസഫിയും അതുപോലെ ഫണ്ടമെൻ്റൽ അറബിക്കും ക്ലാസ്സുകളൊക്കെ ആക്റ്റീവായിട്ട് വേണം ഇനി അങ്ങോട്ട്. കാരണം എക്സാമിനോട് അടുത്ത് വരികയാണ്. എക്സാം കഴിഞ്ഞാൽ കോൺവൊക്കേഷൻ കഴിഞ്ഞാൽ സാലറി അക്കൗണ്ടിൽ വരുന്ന ആ മഹത്തായ ദിവസം. ആ സാലറി കൊണ്ട് നമ്മളെ പ്രിയപ്പെട്ടവർക്ക്, അത് നിങ്ങളുടെ ഫാദറിൻലോക്കും മദറിൻലോക്കും ഏറ്റവും പ്രിയപ്പെട്ട ഹസ്ബൻഡിനും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്ന ആ ഒരു ധന്യമായ മുഹൂർത്തമുണ്ടല്ലോ. എൻ്റെ മക്കളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നല്ല ഒരു അവസരം വേറെ വരാറില്ല. നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന ആ ഗിഫ്റ്റിൻ്റെ വില കണ്ടുകൊണ്ടല്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എൻ്റെ ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഐഫോൺ 15 പ്രോന് 16 പ്രോന് കൊടുക്കണം. അതിനൊക്കെ ഒരു 10-15 വർഷം ഞാൻ ജോലി ചെയ്യേണ്ടി വരും, എന്നാലേ കിട്ടുള്ളൂ. അല്ല, നിങ്ങളൊരു ഷർട്ട് അദ്ദേഹത്തിന് നിങ്ങൾ ഗിഫ്റ്റായി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പാണ് ഉരുക്ക് മനുഷ്യനാണെങ്കിൽ പോലും കണ്ണ് നിറയൂടോ. ഞാൻ ഇവിടെ ഇടവെന്ന് തന്നെ പറയുകയാണ്, കണ്ണ് നിറയും. ഷുവർ, ആ മനുഷ്യൻ്റെ കണ്ണ് നിറയും. അവരിൽപ്പെട്ട ഒരാളെ നിങ്ങളോട് പറയും, ഞാനൊരു ഹസ്ബൻഡാണ്, ഓക്കെ, കണ്ണ് നിറഞ്ഞു പോകും. കാരണം എന്തുകൊണ്ടെന്നറിയോ? അദ്ദേഹത്തിന് നല്ല നല്ല ജോലിയുണ്ട്, അദ്ദേഹത്തിന് നിങ്ങളെ കുടുംബത്തെ നോക്കാനുള്ള ത്രാണിയുണ്ട്, ഫൈനാൻസ് ഉണ്ട്, കഴിവൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് ഒരുപാട് സമ്മതം ചോദിച്ചു. ആരും ഞാൻ സമ്മതിച്ചില്ല. പിന്നെ അവൾ ഒറ്റയ്ക്കിരുന്ന് പഠിച്ചുണ്ടാക്കി അവൾ ജോലിയിൽ കയറി കിട്ടിയ ശമ്പളം വളരെ തുച്ഛമായ, എൻ്റെ ശമ്പളവുമായി ആലോചിച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമായ
ഒരു സംഖ്യയാണെങ്കിൽ പോലും അത് വെച്ചുകൊണ്ട് എന്നോടുള്ള സ്നേഹം കാണിക്കാൻ ഒരു ഗിഫ്റ്റ് വാങ്ങിത്തനുള്ള മനസ്സുണ്ടായല്ലോ. പടച്ചവനെ, ഈശ്വര, ദൈവമേ എന്ന ചിന്തയാണ്. കരയിപ്പിക്കും, ഷുവർ. അമ്മായിമ്മ തള്ള പോലും കരഞ്ഞു പോകും, ഉറപ്പാണ്. മനസ്സിലായില്ലേ? ഓക്കെ ഓട്ടോ. അപ്പോൾ ഞാൻ പറയുകയാണ്, അപ്പോൾ ഈ പ്രതീക്ഷയൊക്കെ മനസ്സിലുണ്ടാവട്ടെ. പിന്നെ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരു മധുരമേറിയ പ്രതികാരം കൂടിയാണ്. നമ്മൾ പഠിക്കാൻ വേണ്ടി സമ്മതം ചോദിച്ചപ്പോൾ ആഴ്ചകളോളം സമ്മതം തരാതെ പരിഹസിച്ച നമ്മളെ ഉറ്റവരും ഉടയവരും, അവർ പരിഹസിക്കാനുള്ള കാരണം വേറെ പലതും ആയിരിക്കാം, അതിൽ റിയാലിറ്റി ഉണ്ടാവും. പക്ഷേ ആ റിയാലിറ്റി എല്ലാം നമ്മൾ മറികടന്നു, നമ്മൾ ജീവിത വിജയം കൊയ്തു. മധുരമേറിയ പ്രതികാരം. ഇതിലപ്പുറം ധന്യമായ മുഹൂർത്തം ഒരു സ്ത്രീക്ക് ലൈഫിൽ വേറെ ഏതാണുള്ളത്? പറഞ്ഞേരി ഉണ്ടോ? ഇല്ല കേട്ടോ. മത്തിയും അയിലയും പൊരിക്കേണ്ട സ്മെല്ല് നിങ്ങളെ അടുക്കളയിൽ നിന്ന് ഇവിടെ സ്മെല്ല് വരുന്നുണ്ട്, എൻ്റെ അടുക്കളയിൽ നിന്ന് വേറെയും വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ക്ലാസ് എടുത്താൽ ഓരോരുത്തർ ലെഫ്റ്റ് ചെയ്ത് പോകും. ഞാൻ തൽക്കാലം നിർത്തുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇനി പിന്മാറല്ലേ, ആക്റ്റീവായി ക്ലാസ്സിന് വരി. എല്ലാവരും ഉണ്ട് വരി. നമുക്കൊക്കെയുള്ള ജോലി സാധ്യതകൾ പുറത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അല്ലാതെ പഠിച്ചവനെ കണ്ടമാനം ആൾക്കാർ വരുന്നുണ്ടല്ലോ, എനിക്ക് ചാൻസ് ഉണ്ടാവുമോ, ഞാൻ കുറച്ച് കഴിവ് കുറഞ്ഞ ഹൈറ്റാണ്, അതുകൊണ്ട് എനിക്ക് ചാൻസ് കിട്ടുമോ എന്നൊക്കെ സ്വയം വിലയിരുത്തിക്കാണ്ട് ലൈഫ് സ്പോയിൽ ചെയ്യരുത് കേട്ടോ. ലൈഫ് നശിപ്പിക്കരുത്. എൻ്റെ പ്രാർത്ഥനയാണത്. ഓക്കെ. നമ്മൾ തന്നെ നമ്മൾക്ക് വേണ്ടി കുഴി തോണ്ടിയാൽ പിന്നെ ആർക്ക് രക്ഷിക്കാൻ പറ്റുക? ഇതിനൊക്കെയുള്ള ചാൻസ് ഇഷ്ടം പോലെ എടുക്കുകയാണേ. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ രംഗത്തേക്കുണ്ട് വരി, എല്ലാവരും ആക്റ്റീവായി വരി. സോ ഇന്ന് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് കൂടുതൽ ഭാഗം എടുത്തിട്ടില്ല, പക്ഷെ എങ്കിലും കുറേ ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഓക്കെ. സോ താങ്ക് യു വൺസ് അഗെയിൻ, താങ്ക് യു വെരി മച്ച്. സോ ഐ വിഷ് എ ഗുഡ് നൈറ്റ് കേട്ടോ. ഇനി ക്ലാസ് ലീവ് ചെയ്തോളൂ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ. Thank you, sir. വെൽക്കം. Thank you, sir. വെൽക്കം.